എം.കെ. രാഘവൻ എം.പി. ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം.കെ. രാഘവൻ, ഇപ്പോൾ ഒരു മൃതദേഹം ഷിരൂരിനപ്പുറം 60 കിലോമീറ്ററിനപ്പുറം കടലിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിലൊരു സംശയം? ഞാനിവിടെ കാർവാറിലെ MLA-യുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല ആരതാണ്. DNA ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ആരുടേതാണ് ഈ ഡെഡ് ബോഡി എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. അപ്പോ DNA ടെസ്റ്റാണ് അതിന് മാർഗം എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതുകൊണ്ട് ബോഡിയെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് ആർക്കും വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല. ശ്രീ എം.കെ. രാഘവൻ, ഇപ്പോൾ ഷിരൂർ ദുരന്തം ജൂലൈ 16-നായിരുന്നല്ലോ. ഇപ്പോൾ 20 ദിവസമാകുന്നു. അപ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷം ഒരു മൃതദേഹം, അത് പൂർണ്ണമായും ശരീരം, പുരുഷന്റെ ശരീരമാണ് വന്നടിഞ്ഞെന്ന് പറയുന്നു. ആ രൂപത്തിൽ ഷിരൂർ ദുരന്തത്തിൽ ഒരാൾ വന്ന് അടിയാനുള്ള സാധ്യത കുറവല്ലേ? അതാണ് സതീഷ് സെൻ നമ്മളോടും പറഞ്ഞത്. ഈശ്വർ മാൽപ്പയും അങ്ങനെയാണ് പറയുന്നത്. അതെ, നമുക്കിപ്പോൾ DNA ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ആരുടെ ബോഡിയാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തമായി പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒഡീഷ സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയും 3 ദിവസം മുമ്പ് കാണാതായിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ ബോഡി സംബന്ധിച്ച് നമുക്ക് ഏതാണ് എന്ന് കൃത്യമായി പറയണമെങ്കിൽ DNA ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധിക്കൂ. അതല്ലാതെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദുരന്തത്തിന് ശേഷം ഒരു മൃതദേഹം 40 കിലോമീറ്റർക്ക് അപ്പുറത്ത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്കത് ആർക്കും തന്നെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഒന്നും പറയാൻ കഴിയില്ല. ആരുടെ ബോഡിയാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏക മാർഗം DNA ടെസ്റ്റ് മാത്രമാണെന്ന് എനിക്ക് തോന്നി. ബന്ധപ്പെട്ടുള്ള എനിക്ക് ഉത്തരവ് അതാണ്. അതെ, നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി? കേരളത്തിൽ തീരുമാനിച്ചില്ല. ഇതെന്തായാലും ഒരു 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഈശ്വർ മാൽപ്പെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രങ്ങളെങ്കിലും നമുക്ക് കിട്ടും. അതെ. ഈ DNA പരിശോധനയ്ക്കൊക്കെ ശേഷം അത് റിപ്പോർട്ട് കിട്ടാൻ അല്പം കൂടി താമസമുണ്ടല്ലോ സർ? താമസിക്കും. ഞാൻ സതീഷ് MLA-യുമായിട്ടാണ് സംസാരിച്ചത്. ദേവാനോട് ഇങ്ങോട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചത്. അതെ, ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കണമെന്നുള്ള ഒരു ഉത്തരവ് കൂടി ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഒരു പശ്ചാത്തലമുണ്ട്. ഉണ്ട്. റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും തന്നെയാണ് എനിക്ക് കിട്ടിയ വിവരം. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞു, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ആരും ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ഞാൻ MLA പറഞ്ഞത് പുഴയിലെ ഒഴുക്ക് ഇനിയും കുറഞ്ഞില്ല എന്നുള്ളതാണ്. തിരച്ചിൽ തുടരും എന്ന് തന്നെ അറിയിക്കുന്നത് അല്ലേ? അതെ, അങ്ങനെയാണ് പറഞ്ഞത്. വളരെ നന്ദി ശ്രീ എം.കെ. രാഘവൻ.